ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് നോക്കുന്നത് പറഞ്ഞാൽ എ സി കൺട്രോൾ സിസ്റ്റമാണ്. എ സി സിസ്റ്റം കൺട്രോൾ. അപ്പോൾ എ സി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് കൺട്രോളിങ് സിസ്റ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എ സി കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് എ സിക്കകത്ത് അറിയാം, എയർ കണ്ടീഷനകത്തെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ള അതും ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് സിസ്റ്റംസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എ സി കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനെ ഹ്യൂമിഡിസിറ്റി എന്നും പറയും, തെർമിസിറ്റി എന്നും പറയും. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റഡിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഈസ് തെർമിസിറ്റി, അതായത് ടെമ്പറേച്ചർ മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിനുപയോഗിക്കുന്ന ഒരു മെയിൻ കമ്പോണൻ്റാണ് എന്താ പറയുന്നത് തെർമോസ്റ്റാറ്റ്. ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ വിൻ്റർ എ സി ആയാലും സമ്മർ എ സി ആയാലും നമ്മളൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു റിമോട്ടിനകത്ത് നമ്മളുടെ എ സിയെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ടിനകത്ത് നമ്മളൊരു ടെമ്പറേച്ചർ മെൻഷൻ ചെയ്തു. ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ തെർമോസ്റ്റാറ്റിനകത്തുള്ള ടെമ്പറേച്ചറാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. തെർമോസ്റ്റാറ്റ് ഈസ് എ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസ് ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ റൂം ആസ് പെർ ദ കംഫർട്ട് റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചറിനെ സ്വിച്ച് ഓഫും ഓണും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കംപ്രസറിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കംപ്രസർ സ്റ്റോപ്പ് ചെയ്യുന്നതും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 19 ഒരു ടെമ്പറേച്ചർ നമ്മൾ റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു 19 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ 19 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ അത് 18 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അവിടെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്രസറിനെ എന്ത് ചെയ്യുന്നു? കംപ്രസറിനെ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ കംപ്രസറിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ടെമ്പറേച്ചർ 19 നിന്ന് 20ലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണ്? നമ്മൾ അവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിൻ്റർ എയർ കണ്ടീഷൻസ് പ്രത്യേകം ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പരിധി കൂടുതൽ കൂടാനോ കുറയ്ക്കാനോ പാടില്ല. അങ്ങനെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു? നമ്മളുടെ തെർമോസ്റ്റാറ്റ് എന്തിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നു? കംപ്രസറിനെ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഓഫ് ആൻഡ് ഓൺ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മളുടെ കംപ്രസറിൻ്റെ ഓഫ് ഓണിന് വേണ്ടി ഉപയോഗിക്കുന്നു. The setting of the temperature is done manually or automatically using the remote control device, the AC controlling system. The thermostats temperature inside the room and cause the electric contact switch to the compressor on or off depending upon the temperature inside the room. The two most common type of bimetallic strip, two most commonly used the thermostat is bimetallic strip and ഗ്യാസ് ഫിൽഡ് ബെല്ലോസ്. അപ്പോൾ രണ്ട് ടൈപ്പ് തെർമോസ്റ്റാറ്റുകളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ബൈമെറ്റാലിക് സ്ട്രിപ്പും രണ്ടാമത്തെന്ന് വെച്ചാൽ ഗ്യാസ് ഫിൽഡ് ബെല്ലോസുമാണ്. അപ്പോൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നമ്മൾ ഇതെല്ലാം നമ്മൾ ഇലക്ട്രിക്കലിലും ബേസിക് ഇലക്ട്രിക്കലിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും എല്ലാം നമ്മൾ ഈ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ട്രിപ്പാണെന്ന് പറഞ്ഞാൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. നമുക്ക് അതിൻ്റെ ഡ്രോയിങ് നോക്കാം. ഇപ്പം നോക്കിയേ, കോപ്പറും അയൺ എന്ന് പറയുന്ന രണ്ട് മെറ്റൽ, റെഡ് കളറിൽ കോപ്പർ, അയൺ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. നിങ്ങൾക്കറിയാം കോപ്പറിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് എക്സ്പാൻഷൻ കൂടുതലാണ്. അതായത് ടെമ്പറേച്ചറിന് വേരിയേഷൻ അനുസരിച്ച് അതിൻ്റെ എക്സ്പാൻഷൻ പ്രോപ്പർട്ടി കൂടുതലാണ്. അതാണ് ബി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിച്ചത്. ഇപ്പം നമ്മളിപ്പം ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് അനുസരിച്ച് നമ്മുടെ കോപ്പറിൻ്റെ ടെമ്പറേച്ചർ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന അത്രയും ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് തെർമൽ എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് എക്സ്പാൻഷൻ ഏതിന് കൂടുതലാണ്? കോപ്പറിന് കൂടുതലാണ്. പാർട്ട് സിനകത്ത് നമ്മൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫസ്റ്റ് എയിലും ബിയിലും നമ്മൾ മെറ്റൽസിനെ മെർജ് ചെയ്യിച്ചില്ല, അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ചില്ല. സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ രണ്ട് മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ബൈ യൂസിങ് റിവറ്റോ വെൽഡോ അല്ലെ ബ്രേസ്റ്റോ എന്ത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ മെറ്റൽസിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? രണ്ട് മെറ്റൽസിനെ കൂട്ടി യോജിപ്പിക്കാൻ പോകും. ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ലോ എക്സ്പാൻഡിങ് മെറ്റലും ഒന്ന് ഹയർ എക്സ്പാൻഡിങ് മെറ്റലിനെ അപേക്ഷിച്ച് എക്സ്പാൻഡിങ് പ്രോപ്പർട്ടീസ് കൂടിയായിട്ടുള്ള ഒരു മെറ്റീരിയലും കുറഞ്ഞതായിട്ടുള്ള രണ്ട് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? മെർജ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ മെർജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിനെ ഒരു എൻഡ് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലാമ്പ് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമ്പോൾ ഈ ഡെൽറ്റ വൈ എന്ന് പറയുന്ന, അതായത് ഒന്നിന് എക്സ്പാൻഷൻ കുറവും ഒന്നിന് എക്സ്പാൻഷൻ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ മിക്സ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് നടക്കുമ്പോൾ ഇതിനകത്ത് എന്ത് സംഭവിക്കും? ഇതൊരു കൂടുതൽ ഇതിനെന്ത് ചെയ്യുന്നു? ഡീഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലാണ്. അതാണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദ property of a
ഹൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. ഇത് വേറൊരു മെത്തേഡാണ്. ഇപ്പം രണ്ട് പ്രോപ്പർട്ടീസ് ചിൽഡ് കണ്ടീഷൻ ആയാലും അല്ലെങ്കിൽ ഹോട്ട് കണ്ടീഷൻ ആയാലും സ്ട്രിപ്പിനകത്തുണ്ടാകുന്ന വേരിയേഷൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം മെറ്റൽസിനെ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് ഈ മെറ്റൽ എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും? ബെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് ദ സ്ട്രിപ്പ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ നമ്മുടെ മെറ്റൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായി. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ഈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും? ബെൻഡ് ആവുകയും ചെയ്യും. ഇങ്ങനെ ബെൻഡ് ആകുമ്പോൾ ഇതിൻ്റെ ഒരറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്വിച്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ബയോമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ആവുകയും ഈ ബെൻഡ് ആകുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്വിച്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ സ്വിച്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓൺ ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ആവുകയും അപ്പോൾ നമ്മളുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു? ഈ നമ്മളുടെ ടെമ്പറേച്ചർ, അതായത് നമ്മളുടെ എക്സ്പാൻഷനിൽ മെറ്റീരിയൽ താഴേക്ക് മൂവ് ആവുകയും അപ്പോൾ നമ്മളുടെ സ്വിച്ചുകൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാതാവുന്നു. ഇങ്ങനെ കോൺടാക്റ്റ് ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യുന്നു? കംപ്രസർ അവിടെ ഓഫ് ആവും. ഓക്കെ, ഇതാണ് ബയോമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഗ്യാസ് ഫിൽഡ് ബെല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോയിങ്ങിൽ തന്നെ ഉണ്ട്. ഒരു ബെല്ലോ ഉണ്ട്. ഈ ബെല്ലോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഇതാണ് ബെല്ലോ. ഈ ബെല്ലോയ്ക്കകത്ത് ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് രണ്ട് പ്ലേറ്റുകളുണ്ട്. ഒരു ഫിക്സഡ് പ്ലേറ്റും ഒരു മൂവബിൾ പ്ലേറ്റ്. ഈ മൂവബിൾ പ്ലേറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പ്രിങ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചറിനുണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ച് ബെല്ലോസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ബെല്ലോ താഴേക്ക് മൂവ് ആവും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്യാസ് താഴേക്ക് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ബെല്ലോ താഴേക്ക് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ മൂവിങ് പ്ലേറ്റ് താഴേക്ക് മൂവ് ആവും. ബെല്ലോയിലെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുകയാണ്? ഇത് എക്സ്പാൻഡ് ചെയ്യും. മുകളിലേക്ക് അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇങ്ങനെ അപ്വേർഡ് മൂവ്മെൻറ്റ് ആകുമ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ആവുന്നു. നമ്മളുടെ സ്വിച്ചുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ മെഷീനെ ഓഫ് ഓൺ കണ്ടീഷനിലേക്ക് മാറ്റാൻ കഴിയും. ഓക്കെ, ഇനി ഹ്യൂമിഡിസ്റ്റാറ്റ് നമുക്കറിയാം. ഹ്യൂമിഡിറ്റിയെ മെഷർമെൻറ്റും അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുകയും അതിന് ആപ്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഹ്യൂമിഡിസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ ദ കണ്ടീഷൻഡ് സ്പേസിൽ. ഹ്യൂമിഡിസ്റ്റാറ്റ് ഹാസ് എ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ. ഇതൊരു ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ. ഇത് പല ടൈപ്പ് ഉണ്ട്. ഹെയർ ഹൈഗ്രോമീറ്റർ, റെസിസ്റ്റൻറ്റ് ഹൈഗ്രോമീറ്റർ, കപ്പാസിറ്റി ഹൈഗ്രോമീറ്റർ, മൈക്രോവേവ് ഹൈഗ്രോമീറ്റർ, അലൂമിനിയം ഓക്സൈഡ് ഹൈഗ്രോമീറ്റർ ആൻഡ് ക്രിസ്റ്റൽ ഹൈഗ്രോമീറ്റർ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഹെയർ ഹൈഗ്രോമീറ്റർ. ഇതിനകത്തൊരു ഹെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ നമ്മൾ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്. ഇത് പ്യുവർലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെഷർമെൻറ്റ് ഓഫ് ഹ്യൂമിഡിറ്റിയാണ്. എത്ര ഹ്യൂമിഡിറ്റി വേരിയേഷൻസ് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു എൻ്റെ ഡിവൈസിനെ നമ്മൾ പറയുന്നത് ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റിയിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ ഹെയർ എക്സ്പാൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നു. ബാക്കിലോട്ട് മൂവ്മെൻറ്റ് ആവുകയും അതുപോലെ തന്നെ കൂടുന്നതനുസരിച്ച് ഫ്രണ്ടിലോട്ട് മൂവ്മെൻറ്റ് ആകും. ഇതിൻ്റെ ഡിഫ്ലക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു? ഹ്യൂമിഡിറ്റി സ്കെയിലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റീഡിങ് നോട്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് പറയുന്നത് ഹെയർ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് റെസിസ്റ്റീവ് ഹൈഗ്രോമീറ്റർ. റെസിസ്റ്റീവ് ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is electric resistance of hygrometric salt like calcium chloride, lithium chloride etc. varies with the change in humidity. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ